ഇതുപോലത്തെ അടിപൊളി പഴയ സ്റ്റീരിയോക്ക് ഇത് ബ്ലൂടൂത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ ഒഴിവാക്കാറാണ് അത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇൻബിൽറ്റ് ബ്ലൂടൂത്തിന്റെ മൊഡ്യൂളായി നമുക്ക് വീണ്ടും ഉപയോഗപ്രദമാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് സ്റ്റീരിയോയുടെ കൺട്രോളിംഗ് സെക്ഷൻ ഇതുകൊണ്ട് കൂരിയെടുക്കാം. ഇതൊരു ചെറിയ ലോക്ക് സിസ്റ്റത്തിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ബാക്കിലായിട്ട് ചെറിയ 2 സ്ക്രൂ വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ഊരിയപ്പോൾ മിസ്സായി പോയതാണ്. സ്ക്രൂ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇതുകൊണ്ട് ചെറുതായിട്ട് തിക്കി കൊടുത്താൽ മതി. ഇത് രണ്ടായിട്ട് ഊരി പോരും. ഇതിന്റെ ഓക്സിന്റെ USB-യുടെയും ബാക്ക് സൈഡ് ആണിത്. നമ്മൾ ഈ 2 പോയിന്റിലോട്ടാണ് കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂൾ ആവശ്യമുണ്ട്. ഈ മൊഡ്യൂൾ വർക്ക് ചെയ്യുന്നത് 5 വോൾട്ടേജിലാണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ മുഴുവൻ 5 ലെഗുകളുണ്ട്. 3 ഇതിനകത്ത് ഓഡിയോ സെക്ഷനും 2 ഇതിന്റെ പവർ സെക്ഷനുമാണ്. ഇതാണ് സ്റ്റീരിയോയിലെ ഓക്സ് സൈഡിലെ ബാക്ക് സെക്ഷൻ. ഇതിലോട്ടാണ് BT മൊഡ്യൂളിൽ ഓഡിയോ സെക്ഷൻ കണക്ട് ചെയ്യുന്നത്. USB പോർട്ടിൽ 5 വോൾട്ടിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ലെഗുകളുണ്ട്. അത് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിനായി മറ്റൊരു മാർഗ്ഗമാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കുറഞ്ഞ USB കേബിൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേബിളുകളിൽ പോസിറ്റീവ് നെഗറ്റീവ് ലൈൻ മാത്രമേ കാണത്തുള്ളൂ. ഡേറ്റ ട്രാൻസ്ഫറിന്റെ ലൈൻ കാണത്തില്ല. ഇത് സ്റ്റീരിയോയുടെ USB പോർട്ടിലോട്ട് കണക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു മൾട്ടിമീറ്ററോ LED ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ ലൈനുകൾ ഐഡന്റിഫൈ ചെയ്യാം. മൾട്ടിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് ആദ്യം കണ്ടിന്യൂറ്റി മോഡിലോട്ട് മാറ്റാം. എന്നിട്ട് മൾട്ടിമീറ്ററിന്റെ ഒരു നോബ് നമ്മൾ കട്ടി വെച്ച് USB-യുടെ ലെഗിലും മറ്റേ നോബ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റീരിയോയുടെ USB പോർട്ടിന്റെ ബാക്കിലെ ലെഗിലുകൾ ഓരോന്നോരോന്ന് ടച്ച് ചെയ്ത് നോക്കാം. നമ്മൾ ടച്ച് ചെയ്തേക്കുന്ന ലൈനുകൾ തമ്മിൽ ഈക്വൽ ആകുമ്പോൾ നമുക്ക് ഒരു ബീപ്പ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ടച്ച് ചെയ്ത് വെച്ചേക്കുന്നത് USB-യുടെ റെഡ് ലൈനാണ്. അതായത് പോസിറ്റീവ് ലെഗ് നമുക്ക് ഇതാന്ന് ഉറപ്പിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് USB-യുടെ നെഗറ്റീവ് ലെഗും കണ്ടുപിടിക്കാം. USB-യുടെ 1ാമത്തെ ലെഗ് പോസിറ്റീവ്, 4ാമത്തെ ലെഗ് നെഗറ്റീവ് ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ എല്ലാ ലെഗിലോട്ടും വയറുകൾ സോൾഡ് ചെയ്തെടുക്കാം. തീരെ കനം കുറഞ്ഞ ക്വാളിറ്റി ഉള്ള വയറുകൾ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ BT മൊഡ്യൂളിലുള്ള എല്ലാ ലൈനുകളും നമ്മൾ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം BT മൊഡ്യൂളിന്റെ പവർ ലൈൻ കണക്ട് ചെയ്യാം. സ്റ്റീരിയോയുടെ USB പോർട്ടിൽ നമ്മൾ കണ്ടുപിടിച്ച പോസിറ്റീവ് ലെഗിലോട്ട് നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ പോസിറ്റീവ് ലെഗ് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ നെഗറ്റീവ് ലെഗ് നമുക്ക് സ്റ്റീരിയോയുടെ USB പോർട്ടിലുള്ള നെഗറ്റീവ് ലെഗിലോട്ടും കണക്ട് ചെയ്യാം. അടുത്ത നമുക്ക് ബ്ലൂടൂത്ത് മൊഡ്യൂളിന്റെ ഓഡിയോ സെക്ഷനോട് സോൾഡ് ചെയ്യാം. ഇത് നമ്മൾ ഓക്സിന്റെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് എന്ന സെക്ഷനിലോട്ടാണ് സോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. BT മൊഡ്യൂളിന്റെ ലെഫ്റ്റ് ലെഗ് നമുക്ക് AUXന്റെ ലെഫ്റ്റ് ലെഗിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ BT മൊഡ്യൂളിൽ നിന്ന് ഗ്രൗണ്ട് ലെഗും റൈറ്റ് ലെഗും നമുക്ക് മാറിപ്പോകാതെ AUXന്റെ പിന്നിലോട്ട് സോൾഡ് ചെയ്ത് കൊടുക്കാം. കണക്ഷൻ എല്ലാം പ്രോപ്പറായിട്ട് കൊടുത്ത ശേഷം നമുക്ക് BT മൊഡ്യൂൾ ഇതിനകത്തോട്ട് ഡ്യുവൽ സൈഡ് ടേപ്പിന്റെ സഹായത്തോടെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. BT മൊഡ്യൂളിനകത്ത് ഒരു കമ്പോണന്റായിട്ടും ടച്ച് ചെയ്യാൻ പാടില്ല. ഇനി സ്റ്റീരിയോയുടെ ബാക്ക് കവർ പ്രോപ്പറായിട്ട് അടഞ്ഞില്ലെങ്കിൽ ഇതിന്റെ ബാക്കിൽ ഇതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ചെറിയൊരു സപ്പോർട്ടിംഗ് ഭാഗമുണ്ട്. അത് നമുക്ക് പ്ലെയറോ വല്ല ഉപയോഗിച്ച് നീക്കം ചെയ്യാം. എന്നിട്ട് ഈ ഒരു കേസ് പഴയ ഉണക്ക് നമുക്ക് അടച്ചെടുക്കാം. അങ്ങനെ ഈ ഒരു സ്റ്റീരിയോക്കകത്തിന്റെയും ബ്ലൂടൂത്തിന്റെ മൊഡ്യൂൾ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഓൺ ചെയ്യാം. ഇതിന്റെ പുറകിൽ പവർ കൊടുക്കാനുള്ള പിന്നെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തോട്ട് നമുക്ക് പവർ കൊടുക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ പുറകിൽ സ്പീക്കർ ലൈനോട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പീക്കറാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ 2 സ്പീക്കറിന്റെ ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഇൻപുട്ട് സോഴ്സ് നമുക്ക് AUXലോട്ട് മാറ്റി കൊടുക്കാം. ട്യൂണർ, USB, അടുത്ത AUX. അങ്ങനെ AUXലോട്ട് നമ്മൾ ഇതിന്റെ സോഴ്സ് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുകൊണ്ട് ഒരു ടാബ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടാബ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ എന്റെ വേറെ എക്സ്ട്രാ ഫോൺ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ടാബിന് എടുത്തത്. ഈ ടാബിലോട്ട് നമുക്ക് ഇനി നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യാം. ബ്ലൂടൂത്ത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് 3.0 BT എന്നുള്ളതാണ് ഇതിന്റെ കണക്ടിങ്. നമ്മളത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ളൊരു സോങ് പ്ലേ ചെയ്യാം. വോളിയം കൂട്ടാം.